ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു വാളമീനാണ്. വാളമീൻ കഷ്ണങ്ങളായിട്ടെല്ലാം മുറിച്ച് വാങ്ങിയതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇനി മുറിക്കേണ്ട പണിയില്ല, പക്ഷേ എല്ലാം കഴുകിയെടുക്കണം ഗൈസ്. അപ്പം ഞാനതെല്ലാം ഒന്ന് കഴുകട്ടെ. ഇന്ന് ഈ മീനാണ് കറിയും വെക്കുന്നത്, ഫ്രൈ ആക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാം. എല്ലാം എടുത്ത് ഞാൻ കഴുകുകയാണ്. അപ്പോൾ നല്ല സൈസാക്കി മുറിച്ച് തന്നുകൊണ്ട് മുറിക്കേണ്ട പണിയില്ല ഇന്ന് മീൻ. വാളമീൻ, ഇതാണ് ഈ മീനിൻ്റെ പേര് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇത് കറി വെക്കണം. ഇന്നിതാണ് മുളകിടുന്നത്. അപ്പോൾ ഇത്രയും എടുത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ടെടുക്കാം. കുറേ ഉണ്ട്. ഒരു വലിയ മീൻ മുഴുവൻ വാങ്ങിയതാണ്. അവരെ കത്തി ഉണ്ടായതുകൊണ്ട് നല്ല കണ്ടീഷനാക്കിയിട്ട് മുറിച്ചിട്ട് തന്നിന്. അതിൻ്റെ തലയും എല്ലാ സാധനങ്ങളും, ആവശ്യമില്ലാത്ത സാധനമെല്ലാം അവർ കളഞ്ഞു. അതിൻ്റെ തലേൻ്റെ കഷ്ണമാണ്. അപ്പം ഞാനിതൊന്ന് കഴുകിയെടുക്കട്ടെ ഗൈസ്. നല്ല വൃത്തിയിൽ ഇതൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് നമുക്ക് കാണാം. കഴുകിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് കാണാം. മീൻ കഴുകിയതിൻ്റെ ശേഷം നമുക്ക് കാണാം. ഇപ്പോൾ ഗൈസ്, ഞാനിതെല്ലാം കഴുകിയെടുത്തിട്ട് നല്ല കഷ്ണങ്ങളെല്ലാം വേറെ ആക്കിയിട്ടുണ്ട്. ഈ തലേൻ്റെ ഭാഗവും ഇങ്ങനെയുള്ളതെല്ലാം കറി വെക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മുളകിടണം. ഇത് ഫ്രൈ ചെയ്യാനെടുക്കുക. ഇന്ന് കുറച്ച് കഷ്ണം ബാക്കിയാടെ എടുത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. മുളക് ഇടുന്നതിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിൽ പച്ചമുളക് ഇങ്ങനത്തെ എല്ലാം വരുമല്ലോ ഇതിൽ. അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ ഈ ചട്ടിയിലുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കരക്കി വെക്കാം നമുക്ക്.
എല്ലാം നല്ല കണ്ടീഷനായിട്ട് പെരക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. എല്ലാം പെരക്കി വെച്ചതിൻ്റെ ശേഷം ഫ്രൈ ചെയ്യാനുള്ള വെച്ച് ബാക്കിയുള്ളതിനെ എടുത്തങ്ങ് വെക്കാം നമുക്ക്. ഇത്രയും ഇവിടെ വെക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഇങ്ങോട്ട് എടുത്ത് ഞാൻ മാറ്റുന്നുണ്ട്. ഇപ്പം ഇത്രയാണ് ഇന്നാക്കുന്നത്. ഇനി നമുക്ക് കറി വെക്കുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമുക്ക് കറി വെക്കാൻ നോക്കാം. ഞാൻ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ചട്ടിയിൽ വെച്ച മീനുകൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചട്ടി കഴുകി അടുപ്പത്ത് വെക്കട്ടെ. എന്നിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. പുളിയുടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇന്ന് ഞാൻ സാധാരണ വെക്കുന്ന പോലെയല്ല വെക്കുന്നത്. ഒരു മാറ്റമുണ്ട്. ഉലുവയെല്ലാം ഇട്ടിട്ടാണ് ഇന്നത്തത് ഞാൻ വെക്കുന്നത് ഗൈസ്. സാധാരണ ഇങ്ങനെയല്ല ഞാൻ വെക്കാറുള്ളത്. ഇന്ന് മാറ്റം വരുത്തി ഞാൻ. അപ്പം ഇന്നത്തെ എൻ്റെ മാറ്റത്തോടു കൂടിയില്ലേ ഒരു കറിയാണ്. അപ്പം അതെല്ലാവരും കണ്ടോ. ഉലുവയെല്ലാം വറുത്തിട്ടിട്ടാണ് ഇന്ന് ഞാൻ കറി വെക്കുന്നത്. ഇപ്പോൾ ചട്ടി കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് അപ്പം എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ വേഗം ഒന്ന് വഴന്നിട്ട് അപ്പോൾ നല്ല അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് വാടി വരുന്നുണ്ട്. ഉള്ളി വാടി വരുമ്പം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉള്ളി വാടി വരുന്നുണ്ട്. അച്ചിയ ഇങ്ങനെ ഇതാവുമ്പോൾ അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. തൊണ്ടക്ക് കുത്തൽ വരി. അപ്പോൾ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ വേഗം തക്കാളിയെല്ലാം ഇന്ന് വഴന്ന് വന്നു. അപ്പോൾ ഇതാ തക്കാളി വഴന്ന് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട്
വഴങ്ങും. ഇപ്പം ഞാൻ വെള്ളമൊന്നും ഇതിലൊഴിച്ചിട്ടില്ല ഗൈസ്. അപ്പം ഇനി ഞാൻ എടുത്ത് വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പുളിവെള്ളം ഒഴിച്ച് കൊടുത്തു എല്ലാം കൂടി ഇളക്കി. എന്നിട്ട് എടുത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി വെക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്, പച്ചവെള്ളമല്ല. തിളപ്പിച്ച വെള്ളമുണ്ട്, അപ്പോൾ ഞാൻ അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ടെല്ലാം കൂടി ഇളക്കി നമുക്ക് അടച്ച് വെക്കാം. കഷ്ണങ്ങളും തക്കാളിയും എല്ലാം കൂടി ഇവിടുന്ന് വെന്ത് നല്ല പാകം വരട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. അത് അവിടുന്ന് ആവട്ടെ. ഇപ്പോൾ ഗൈസ് നമുക്ക് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തിളയെല്ലാം വന്ന് വെന്തിനെന്നാണ് തോന്നുന്നു. അപ്പോൾ നമുക്ക് ചട്ടി അടക്കൊന്ന് ഇളക്കി വെക്കാം. മീനെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഗൈസ് ഇതാ ഞാൻ കുറച്ച് കറിവേപ്പില കിട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ കറി ആവുമ്പോൾ ഒന്ന് അപ്പോൾ പച്ച വെളിച്ചെണ്ണേൻ്റെ രുചി ഉണ്ടാവും. അപ്പോൾ നമ്മളെ കറി ഇതാ ഏകദേശം കൂടി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ കറിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചേ വെള്ളമെല്ലാക്കിയിട്ടുള്ളൂ, ഒരുപാട് വെള്ളമൊന്നും ആക്കിയിട്ടില്ല. ചോറിന് കൂട്ടാനുള്ള ആ പാകത്തിന്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ മീൻ മുളക് ഇട്ടത്. നല്ല സൂപ്പർ കറിയാണ് ഗൈസ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോവുമായി കാണാം. ബൈ.